നമ്മുടെ ഫുഡ് ഷോയുടെ രണ്ടാമത്തെ ദിവസം. ഇന്ന് പാചകം ചെയ്യുന്നത് നമ്മുടെ പഴയിടം നമ്പൂരിയും മകനുമാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട MB ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, കേരളീയം 2023 ഭാഗമായുള്ള ഫുഡ് ഫെസ്റ്റിവലിൽ, സ്ഥിരം ഫുഡ് ഫെസ്റ്റിവലിൻ്റെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാകണമെന്ന് ഉറപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഞങ്ങൾ ഇന്നലെയും പറഞ്ഞതാണ്, നിങ്ങൾക്കിവിടെ വന്നാൽ കാണാൻ കഴിയും, 10 തദ്ദേശീയമായ കേരളീയ വിഭവങ്ങളെ ബ്രാൻഡ് ചെയ്യുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അപ്പോൾ ഒരു ഇന്ത്യൻ സംസ്ഥാനം ആദ്യമായിട്ടാണ് അവരുടെ തനത് വിഭവങ്ങളെ ബ്രാൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ മുതൽ അങ്ങോട്ട് രാമശ്ശേരി ഇഡ്ഡലി മുതലുള്ള മുളയരി പായസം വരെയുള്ള വനസുന്ദരി ചിക്കൻ വരെയുള്ള ആ കൗണ്ടറുകൾ ആ ബ്രാൻഡിങ് ഏരിയയാണ്. നമ്മുടെ തനത് വിഭവങ്ങളെ ബ്രാൻഡ് ചെയ്യുകയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി മില്യൺസ് ഫോളോവേഴ്സുള്ള കേരളത്തിൻ്റെ താരരാജാക്കന്മാർ എന്ന് പറയുന്നത് പോലെ ഷെഫ് രാജാക്കന്മാരെ ഇവിടെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് വളരെ സമ്പുഷ്ടമായ പ്രതിഭകൾ എല്ലാ മേഖലകളിലുമുണ്ട്. ചന്ദ്രയാൻ ദൗത്യത്തിൽ മലയാളിയുടെ കരസ്പർശമുണ്ട്. സെല്ലുലോയിഡിൽ, ഇന്ത്യൻ സെല്ലുലോയിഡിൽ മലയാളിയുടെ സാന്നിധ്യമുണ്ട്. ഗാനശാഖയിലുണ്ട്, എഴുത്തിലുണ്ട്, എല്ലാ മേഖലയിലുമുണ്ട്. അതുപോലെ ഇന്ത്യയുടെ പാചക ഭൂപടത്തിലും തലയെടുപ്പോടെ ശോഭിക്കുന്ന, ലോകത്തെവിടെയും എടുത്തു പറയാവുന്ന ഏത് രാജ്യത്തെയും ഫുഡ് ബ്ലോഗിൻ്റെ പ്രധാനപ്പെട്ട തലയെടുപ്പോടെ നിൽക്കുന്ന ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് കേരളം. അവരെ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. അവർ നിങ്ങളുടെ മുമ്പിൽ ഫുഡ് ഷോ ചെയ്യുകയാണ്. നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നു. അതേസമയം തന്നെ അവർ ഇവിടെ ഒരു ഭക്ഷ്യവിഭവം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇന്നലെ ആദ്യ ദിവസമായിരുന്നു. ശ്രീ ഫിറോസ് ചുട്ടിപ്പാറയായിരുന്നു ഇവിടെ വന്നത്. ഇന്നിപ്പോൾ നാളെ എത്തിച്ചേരുന്നത് ആബിദ റഷീദാണ്. തലശ്ശേരി വിഭവങ്ങൾ, മലബാർ വിഭവങ്ങളിലൂടെ ശ്രദ്ധേയമായ ആബിദ റഷീദാണ്. അതിൻ്റെ അടുത്ത ദിവസം വരുന്നത് ശ്രീ ഷെഫ് പിള്ളയാണ് എത്തിച്ചേരുന്നത്. അതിൻ്റെ അടുത്ത ദിവസം, ലാസ്റ്റ് ദിവസം എത്തിച്ചേരുന്ന തിരുവനന്തപുരത്തുകാരനായ ഷാപ്പിലക്കറിയും നാവില രുചിയും എന്ന പരിപാടിയിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായ ശ്രീ കിഷോറാണ്. ഇനി ഇന്നത്തെ ദിവസത്തേക്ക് വരാം. എൻ്റെ ഉത്തരവാദിത്വം ഇന്നത്തെ ദിവസത്തെ അതിഥികളെ നിങ്ങൾക്ക് ഔദ്യോഗികമായി പരിചയപ്പെടുത്തുക, ക്ഷണിക്കുക എന്നതാണ്. അത് മറ്റാരുമല്ല, പകരം വയ്ക്കാനില്ലാത്ത ഭക്ഷണ രംഗത്തെ ഷെഫ് രാജാവെന്ന് ഞാൻ പറയണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. പ്രിയപ്പെട്ട പഴയിടം മോഹനൻ നമ്പൂതിരിയും മകൻ യദുവുമാണ്. 2 തലമുറകൾ നിങ്ങളുടെ മുൻപിലേക്ക് കേരളീയം 2023 ഈ നമ്മുടെ സംഘാടക സമിതി പരിചയപ്പെടുത്തുകയാണ്. കേരള സർക്കാരിൻ്റെ ഔദ്യോഗികമായ ക്ഷണം സ്വീകരിച്ച് മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട, മലയാളികളുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ, ഷെഫ് എന്ന് പറയുമ്പോൾ തന്നെ മലയാളിക്ക് ഔദ്യോഗികമായൊരു ഷെഫില്ല. പക്ഷേ അങ്ങനെ പറയാമെങ്കിൽ അത് യാതൊരു സംശയവും വേണ്ട, അത് പഴയിടം മോഹനൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശ്രീ യദു പഴയിടം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പുതിയ കാലത്ത്, പുതിയ തലമുറയെ വലിയ തോതിലാണ് യദുവിൻ്റെ യൂട്യൂബ് കണ്ടൻറ്റുകൾ സ്വാധീനിക്കുന്നത്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അവർക്ക് മൈക്ക് കൈമാറുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ അവരുടെ പെർഫോമൻസിൻ്റെതാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു കേരളീയത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. റഹീം സാറ് പറഞ്ഞ സമയം തന്നെ ഞങ്ങൾ ഓക്കെ പറയത് മറ്റൊന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ഭാഗമാവാനായിട്ട് ശ്രമിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുക്കുകയത്. ഏതായാലും ഇങ്ങനെ നമുക്ക് പായസത്തിൻ്റെ ഒരു വെറൈറ്റി ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പം നമുക്ക് അവിടെ ഞങ്ങൾ വരുന്നത് കോട്ടയത്തു നിന്നാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന സാമഗ്രികൾ അനുസരിച്ചിട്ടുള്ള ഒരു വിഭവമാണ് ഇവിടെ നമ്മൾ തയ്യാർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു അനുഗ്രഹത്തോടെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. അങ്ങനെ തുടങ്ങാം. അച്ഛനൊന്ന് കൊടുക്കാം ആദ്യം വായിക്കാൻ. കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഫുഡ് ഷോയിൽ ഞങ്ങളിവിടെ പാചകം ചെയ്യുന്നത് പാലട പ്രഥമനാണ്. വടക്കൻ കേരളത്തിൽ ഏറെ സ്വാധീനമുള്ള പാലട പ്രഥമൻ തെക്കൻ കേരളത്തിലും ഇപ്പോൾ വളരെ ഫെമിലിയറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ പാചകം ചെയ്തുകൊണ്ട് നമുക്കൊരു 2 മണിക്കൂറുള്ള സമയമെടുക്കും അത് പാചകം ചെയ്ത് നിങ്ങൾക്ക് തരാൻ പാകത്തിന് ആകുമ്പോഴേക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കുണ്ടാകാവുന്ന സംശയങ്ങൾ
സംശയങ്ങൾ അതിപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണ രംഗത്തിനെ കുറിച്ചിട്ട് അല്ലെ വെജിറ്റേറിയൻ പാചകത്തിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളാണെങ്കിൽ അതിലേക്ക് നമുക്ക് കടക്കാം. നമുക്കൊരു ടോക്ക് ഷോയിലൂടെ ഈ പാലട പ്രഥമൻ നമുക്ക് പാചകം ചെയ്യാം. നിങ്ങളുടെ കൂടി സാന്നിധ്യം, നിങ്ങളെല്ലാവരും ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കുക കൂടിയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പാചകത്തിലേക്ക് കടക്കുകയാണ്. മൈക്ക് യദ്ദിന് കൊടുക്കാം. നമ്മളെല്ലാവരും വീട്ടിൽ പായസങ്ങൾ വയ്ക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പായസങ്ങളായിരിക്കും ഇഷ്ടമായിട്ടുണ്ടാവുക. ഒരുപക്ഷെ ചിലർക്ക് സേമിയ പായസമായിരിക്കും. നമ്മൾ പലപ്പോഴും ചക്കപ്രഥമനും ചേന കൊണ്ട് വരെ നമ്മൾ പായസം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ എന്താണ് ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഉള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പാലട പ്രഥമൻ തന്നെ ആക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 40 ലിറ്ററോളം നമ്മൾ പായസം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ. അപ്പം ഒരു 40 ലിറ്റർ പായസം പ്രിപ്പയർ ചെയ്യാനുള്ള അളവിൻ്റെ കണക്കിൽ നമുക്ക് ആരംഭിച്ച് തുടങ്ങാം. ഇപ്പം നമ്മൾ പൊതുവെ ഒരു വീട്ടിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ 4-5 പേരായിരിക്കും. ഒരു 5 പേർക്ക് വീട്ടിൽ പാലട പ്രഥമൻ വയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ പാലട പായസം വയ്ക്കണമെങ്കിൽ അതിന് വേണ്ട ചേരുവകൾ ആദ്യം നമുക്കൊന്ന് പറഞ്ഞിട്ട് തന്നെ ഇതിലേക്ക് തുടങ്ങാം. 5 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ പാലട മതി. 1 ലിറ്റർ പാലടയ്ക്ക് നിങ്ങൾക്ക് 200 ഗ്രാം അട എടുത്താൽ മതി. 200 ഗ്രാം അട എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് കടക്കുകയാണ്. പാചകത്തിലേക്ക് നമുക്കിപ്പോൾ കടക്കാം. ഇവിടെ നമ്മൾ 40 ലിറ്റർ പാലടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 2 കിലോ മിച്ചം പാലട കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആദ്യം നമ്മൾ വേവിച്ച് മാറ്റി വയ്ക്കുന്നു. പിന്നീട് പാല് തിളപ്പിച്ച് വറ്റിക്കുകയാണ്. പാല് ശരിക്കും വറ്റിക്കഴിയുമ്പോഴാണ് അതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച അട നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പാലട ഉണ്ടാക്കി തീർക്കുന്നത്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. വെറുതെ പാചകം പറഞ്ഞ് സമയം കളയണ്ട. ഓക്കെ. നമുക്ക് ആദ്യം അടയൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ അട വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ശരിക്കും ഉണക്കലരി കുതിർത്ത് പൊടിച്ചെടുത്തിട്ട് അട കുഴച്ചെടുത്തിട്ട് ഉണക്കലരിയിൽ ഇലയിൽ തളിച്ചിട്ടൊക്കെയാണ് അവിടെ അട പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പാക്കറ്റിൽ തന്നെ ഒത്തിരി ബ്രാൻഡുകളുടെ അട അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പാക്കറ്റ് അട തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ 2 കിലോ അടയാണ് നമ്മൾ ഈ ഒരു 40 ലിറ്റർ പാലിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് അട പ്രത്യേകം നമുക്ക് എടുത്ത് വേവിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ഒരു വാർപ്പിനകത്ത് തന്നെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആദ്യം അടയൊന്ന് വേവിച്ചെടുക്കുകയാണ്. അതിന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 20 ലിറ്റർ വെള്ളം നമ്മൾ ഒരു ജാറിലെടുത്ത് അങ്ങ് ചേർത്തിട്ടുണ്ട്. നമ്മൾ 2 കിലോ അടയാണ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കാൻ പോകുന്നത്. ചെറിയ സ്റ്റൗവല്ലേ? സെഷനായിട്ട് പോകാം. ആർക്കെങ്കിലുമൊക്കെ ഈ വെജിറ്റേറിയൻ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിനൊപ്പം സംസാരിച്ചിട്ട് നമുക്ക് ഈ ഒരു പായസത്തിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ഒരുപക്ഷെ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ബോറിംഗ് ആയിട്ടൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും. കാരണം കുറച്ചൊരു മാത്രം വേണ്ട, കുറച്ചൊരു വേണ്ടാണ്ടിരിക്കുക എന്നുള്ള ഒരു ഫീൽ വേണ്ട. നമ്മൾ ചെയ്യുന്ന ആദ്യം നമ്മൾ ഈ അടയൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് അട ചേർത്തിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ അട അതിനകത്തേക്ക് ചേർക്കുക. ഇപ്പോൾ ജസ്റ്റ് തിളച്ച് വരുന്നുണ്ട്.
നമ്മൾ അട ചേർക്കേണ്ട സമയത്ത് എന്ന് വെച്ചാൽ അട നന്നായിട്ട് തണുത്ത് വന്ന ശേഷം മാത്രമേ നമ്മൾ പാലിനകത്തേക്ക് അട ചേർക്കാൻ പാടുള്ളൂ. ശരിക്കും വെള്ളം തിളച്ചപ്പോൾ നമ്മൾ ഈ വെള്ളം അടയ്ക്കകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുകളിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പ്രോസസ്സ് കാണാൻ പറ്റും, കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റും. നമ്മുടെ ഒപ്പം ഉള്ള ആൾക്കാർ മൈക്കുമായിട്ട് പുറത്തുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പ്രത്യേകിച്ച് നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ എന്നല്ല, അച്ഛനാണ്, ഞാൻ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. എന്നാലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. പായസത്തിൻ്റെ പ്രത്യേകിച്ച് പാൽപ്പായസത്തിൻ്റെ പാലയുടെയൊക്കെ ഫ്ലേവറിൽ നെയ്യിനൊരു വലിയ ഒരു പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് നമ്മൾ ആദ്യം നെയ്യ് ചേർത്തിട്ടാണ് നമ്മൾ പാൽ ഒഴിച്ച് തുടങ്ങുന്നതിനകത്തേക്ക്. നമ്മൾ നാച്ചുറലായിട്ട് തന്നെയാണ് പാൽ ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള വേറെ റെഡ് കളറോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരെ പാൽ ശരിക്കും തിളച്ച് വറ്റിച്ചെടുക്കുമ്പോഴാണ് പാലിൻ്റെ കളർ നമുക്ക് ഒരു റോസ് കളറായിട്ട് മാറി വരുന്നത് നമുക്ക് കാണിക്കാൻ പറ്റും നിങ്ങളെ. നമ്മൾ കുറച്ച് പഞ്ചസാരയോട് നമ്മൾ ചേർത്തിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിന്. കുറച്ച് വെള്ളം, അതായത് ഒരു 5 ലിറ്റർ വെള്ളമാണ് ഈ വാർക്കിനകത്ത് ഉണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് നെയ്യിൻ്റെ ഒപ്പം കുറച്ച് പഞ്ചസാരയോട് ചേർത്തിട്ട് വെള്ളം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടാണ് നമ്മൾ പാൽ അതിനകത്തേക്ക് ഒഴിച്ച് തുടങ്ങുന്നത്. അല്ല, അടുത്ത് നിന്ന് കാണാൻ അടുത്തേക്ക് വരാമല്ലോ അല്ലേ? നമ്മൾ ഈ പാൽ ഒഴിച്ചു തുടങ്ങി നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പാല് തിളച്ച് വരും. അനുസരിച്ച് നമുക്ക് തിളം വരുന്നതനുസരിച്ച് നമുക്ക് പാല് ചേർത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. തിളച്ച് വരുന്ന അനുപാതികമായിട്ട് നമ്മൾ പാൽ ഒഴിച്ചുകൊണ്ടിരിക്കണേ. കാരണം ഒന്നിച്ച് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പാല് തിളയ്ക്കാൻ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ തിളയ്ക്കുന്നതനുസരിച്ച് നമ്മൾ ഓരോ കുറേശ്ശെ നമ്മൾ പാല് ചേർത്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഒരു ചോദ്യമുണ്ട്. പറയൂ. ഈ പായസം പാകം എത്ര സമയം എടുക്കും? ഇത് 40 ലിറ്ററാണ്. 1.5 മണിക്കൂറിന് മുകളിൽ സമയമെടുക്കും. 2 മണിക്കൂർ വരെ. പായസം കുടിച്ചിട്ട് പോകാനല്ലേ, വെയിറ്റ് ചെയ്തിട്ട് പോയാൽ കേട്ടോ. ഇത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം, നമുക്ക് സമയം എടുത്തും പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ശരിക്കും സമയം എടുത്ത് പാൽ ആവശ്യത്തിന് കുറേശ്ശെ ചേർത്ത് തിളപ്പിച്ചെടുത്തുകൊണ്ട് ഇരുന്നിട്ടാണ് നമ്മൾ അട ചേർക്കുന്നത്.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് പാലിൽ വെക്കാൻ പറ്റും, 2 മണിക്കൂർ കൊണ്ടും പാലിൽ വെക്കാൻ പറ്റും. 2 മണിക്കൂർ കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ടേസ്റ്റിലുണ്ടാവുമെന്ന് മാത്രം. പ്രത്യേകിച്ച് ഹലോ സാർ. ചോദിച്ചോളൂ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞാൻ ഒരുപാട് ടി വിയിലൊക്കെ പഴയ സാറിനെ ഫേമസ് ആയി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ ആഗ്രഹിച്ചു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ. അപ്പം ഇത് കണ്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ സാറിൻ്റെ സാറിൻ്റെ ചിരി അത് കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി അറിയാം. അപ്പോൾ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു? ഉത്തരം പറഞ്ഞു. ഒരു പാചകക്കാരനുണ്ട് അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് ഏറ്റവും ഹൈജീനിക്കായിട്ട് നിൽക്കുക, ഏറ്റവും വൃത്തിയായിട്ട് നിൽക്കുക, ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ള. കാരണം ഏതൊരു ടെൻഷനെ മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നത് ചിരിയാണ്. അപ്പോൾ അതില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റു മൃഗങ്ങൾക്കൊന്നും കഴിയാത്തതും ചിരി തന്നെയാണ്. സംസാര ഭാഷയുണ്ട് മൃഗങ്ങൾക്ക്, കരയുന്ന ഭാഷയുണ്ട് മൃഗങ്ങൾക്ക്, ആശയവിനിമയമുണ്ട്. പക്ഷേ ചിരിക്കുവാൻ മാത്രം മൃഗങ്ങൾക്ക് കഴിയുന്നില്ല. അത് മനുഷ്യനെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും ആരൊക്കെ എത്ര ടെൻഷൻ ഏത് അവസരത്തിലുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവനവൻ്റെ ദുഃഖം മറക്കും, കാണുന്നവർക്ക് സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. താങ്ക് യു. ഇവിടെ 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 യദുവിന് ഏറ്റവും ഇഷ്ടം പാലട തന്നെയാണോ? എനിക്ക് ഒരുവിധം എല്ലാ പായസം ഇഷ്ടമാണ്, എന്നാലും കൂടുതലും ഇഷ്ടം പാലടയാണ്. അച്ഛനും മകനും തമ്മിൽ ഈ ഒരു പാചകത്തിലൊരു കോമ്പറ്റീഷൻ നടക്കാറുണ്ടോ? ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അച്ഛൻ തന്നെ അല്ലേ, അങ്ങനെയൊന്നുമില്ല. ഈ വെള്ളം കളഞ്ഞിട്ട് ഇത് ആവശ്യമുണ്ട്. ആ കുട്ടി കഴിയരുത്. മൊത്തം പൊട്ടിക്കണം. പാത്രം ഇപ്പോൾ പൊട്ടിക്കാൻ പോയി. ആ വെള്ളം കളയാൻ പോയിട്ടില്ലേ? കത്തിയില്ലേ നിങ്ങളെ? പൊടിച്ചു കാണും. തിളപ്പിക്കാനായിട്ട് വാർപ്പിൽ ഫുൾ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കിട്ടും. കാരണം നമ്മൾ തിളയ്ക്കാനായിട്ട് അടുപ്പൊന്ന് തീ കുറച്ച് വയ്ക്കുന്നുണ്ട് കുറച്ച് നേരത്തേക്ക്.
ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് പച്ചമുളകും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിഭവം ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പം നോൺ വെജ് പോലെ പർട്ടിക്കുലർ ഒരു ഐറ്റം ഒരിക്കലും നോൺ വെജിൻ്റെ താത്തി കിട്ടുമോ അല്ലെങ്കിൽ നോൺ വെജ് ഭക്ഷണം മോശമാകോ അല്ല പറയണേ. കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമുള്ളത് എപ്പോഴും വെജിറ്റേറിയൻ ഭക്ഷണങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളൊക്കെ വീട്ടിൽ അടുക്കളയിൽ കയറുന്നവർക്ക് ഒന്ന് പെട്ടെന്ന് മനസ്സിലാവും അത്. എനിക്കറിയാം, ഞാനും ഫുഡ് ഉണ്ടാക്കാറുണ്ട്, ഞാനും വെജിറ്റേറിയൻ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് ഒരു പക്ഷേ ഒത്തിരി വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് കറിയും നമുക്ക് വെക്കാൻ പറ്റും. കൂട്ടാനാണെങ്കിലും തോരനാണെങ്കിലും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ എന്തിനും അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് ഓരോ വിഭവത്തിനും ഫീൽ ചെയ്യുകയും ചെയ്യും. പായസങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തേക്കുന്നത് നമ്മൾ. അത് ഫസ്റ്റ് ചെയ്യുന്നത് സ്കൂൾ കലോത്സവത്തിന്, അത് 2006 കൊല്ലത്ത് സ്കൂൾ കലോത്സവത്തിന് ചേനപ്പായസം പ്രിപ്പയർ ചെയ്തതാണ് നമ്മൾ ആദ്യമായിട്ട്. 25,000 പേർക്കാണ് നമ്മളന്ന് ചേന കൊണ്ടുള്ള പായസം പ്രിപ്പയർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ അളവിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു, ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു ധാരണയില്ലായിരുന്നു. പക്ഷേ എങ്ങനെയോ അത് പരാതിയില്ലാണ്ട് നമുക്ക് വിളമ്പാൻ പറ്റും. പക്ഷേ ആദ്യം എല്ലാ ആൾക്കാർക്കും വിളമ്പാൻ പറ്റി. അങ്ങനെ ഇംപ്രൈസേഷൻസ് ഒത്തിരി ചെയ്യാറുണ്ട്. അപ്പോൾ പായസങ്ങളിൽ ചെയ്യാനാണ് നമുക്ക് താല്പര്യം. കാരണം പായസങ്ങളാകുമ്പോൾ സ്വീറ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ, പറയൂ സർ. ബഹുമാനപ്പെട്ട പഴയടം തിരുമേനി, യദു, നമസ്കാരം. നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് യദുവിനെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം മകളുടെ വേളിക്ക് തിരുമേനിയെ ഞാൻ കാത്തിരുന്ന് വിളിച്ചുകൊണ്ട് പോയി പാചകം ചെയ്ത് അദ്ദേഹം തന്നു. നന്ദിയുണ്ട്. സന്തോഷം. പിന്നെ ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ പാല് നമുക്ക് എടുക്കുന്നു, പലതരം പാലുണ്ടല്ലോ. ഫാറ്റ് കൂടിയ പാലുണ്ട്, ഫാറ്റ് കുറഞ്ഞ പാലുണ്ട്. അപ്പോൾ ഇതിൽ ഏത് പാലാണ്, കവർ പാലാണല്ലോ ഇപ്പോൾ കിട്ടുക, ഈ കവർ പാലിൽ ഏത് പാലാണ് പായസം ഉണ്ടാക്കാൻ അനുയോജ്യം? പായസം ഉണ്ടാക്കാൻ അനുയോജ്യം ഫാറ്റ് കൂടിയ പാലാണ്. പക്ഷേ തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം, ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം മാത്രം അതിലേക്ക് പാല് ചേർത്ത് തിളപ്പിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചോട്ടി പിടിച്ചു പോകും. യദുവിൻ്റെ ഒരു ഷോപ്പുണ്ട് തിരുവല്ലയിൽ, ഞാൻ അവിടെ വന്നിട്ടുണ്ട്. അതുവഴി പോകുമ്പോഴെല്ലാം ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. സ്വാദ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. തിരുമേനിയും യദുവിനെയും മറക്കാനും പറ്റില്ല. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കോവിഡ് ഉണ്ടായ കാലഘട്ടത്തിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ തിരുമേനിയുടെ ഒരുപാട് പാചക പാത്രങ്ങളും ഇതെല്ലാം ഒരുപാട് സഹായം ചെയ്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനും നല്ല മനസ്സിനും നന്ദിയുണ്ട്. ഒത്തിരി കമ്മ്യൂണിറ്റി കിച്ചണുകൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് കോട്ടയം ജില്ലയിൽ ഒരുവിധം എല്ലാ ക്യാമ്പുകളിലേക്കും നമ്മുടെ അടുക്കൽ നിന്നാണ് ഭക്ഷണം പോയിക്കൊണ്ടിരുന്നത്. കുറേ സ്ഥലത്ത് ഞാൻ കുറേ പാത്രങ്ങളൊക്കെ തന്നെ മിസ്സായിട്ടുണ്ട്. കാരണം ഇത് എവിടെയാണ് കൊണ്ടുപോയത്, ആരോ കൊണ്ടുപോയെന്ന് അറിയില്ല. ഈ ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഓരോ ആൾക്കാർ പറഞ്ഞിട്ട് ഭക്ഷണം കൊണ്ടുപോയിട്ട് ഒത്തിരി പാത്രങ്ങളൊക്കെ അന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു ആവൽഘട്ടം വരുമ്പം എല്ലാവരുടെയും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയും ഒരു കടമ. കോവിഡ് കാലത്താണെങ്കിലും നമ്മുടെ അതിൽ എംസ് റോഡിൽ പോകുന്ന വലിയ വണ്ടികളിൽ പോകുന്നവർക്ക്, ലോറിയിൽ പോകുന്നവർക്ക് ഫുഡൊക്കെ നമ്മൾ സ്ഥിരം കൊടുക്കാറുണ്ടായിരുന്നു. അത് ഞങ്ങൾ മാത്രമല്ല, കുറേ പേര് ചേർന്നിട്ടാണ്, പഞ്ചായത്തും അവിടുത്തെ നമ്മുടെ ഒപ്പമുള്ള എല്ലാ ആൾക്കാരും ഒത്തിരി സംഘടനകളൊക്കെ ചേർന്നിട്ടാണ്. എന്നാലും നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ അടുക്കള ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്. പായസാവുന്നേ ഉള്ളൂ, ഒരു മണിക്കൂർ.
സാർ പലതരം പായസം ട്രൈ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞില്ലേ, അതിലേതെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്തിട്ട് കുളമായി പോയതുണ്ടോ? സത്യം പറഞ്ഞ ആദ്യം എല്ലാം കുളമായിട്ടുള്ളൂ. എന്നാലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും? മറക്കാൻ പറ്റാത്ത കുളമായതോ? അങ്ങനെയൊന്നുമില്ല. അല്ല, നമ്മൾ പൊതുവെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയായിരിക്കണല്ലോ പായസം പ്രിപ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ ആവാതെ പലപ്പോഴും വന്നിട്ടുണ്ട്. പാവയ്ക്ക പായസമൊക്കെ ആദ്യം മൊത്തം ഫ്ലോപ്പായിരുന്നു. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണ്? ഒരു പാചകക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ പായസവും ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഉണ്ടാക്കുന്ന 2 പായസങ്ങൾ പാലടപ്രഥമനും അതുപോലെ പഴപ്രഥമനാണ്. അപ്പോൾ എന്തുകൊണ്ട് കൂടുതൽ സമയമെടുത്ത് ചെയ്ത് കൊടുക്കുന്ന പായസങ്ങളായ കാരണം അതിനോട് എന്തൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്, അത്രേ ഉള്ളൂ. പാല് തിളച്ചു വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ആ പാല് വറ്റാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഏതാണ്ട് ഒരു 1 മണിക്കൂറായിട്ട് സമയം എടുക്കൂലേ? 3/4 മണിക്കൂർ അടുത്ത് സമയം. ഇനി 4:15 വരെ നമുക്ക് എന്തായാലും സമയമുണ്ട്. ഒരു ഓപ്പൺ സെഷൻ പോലെ എന്തെങ്കിലുമൊക്കെ ആർക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. പിന്നെ ഇവിടെ ഇട്ടോട്ടെ.
നമ്മൾ ഈ പാല് തിളച്ച് വന്ന് പറഞ്ഞാൽ നമ്മൾ അട ചേർത്തിട്ടുണ്ട്. അപ്പം അട ചേർക്കുന്ന സമയത്ത് പറയാൻ പറ്റില്ല, ഇട്ട് ഞാൻ തന്നെ പറഞ്ഞു. അപ്പം അട എടുത്ത് ചേർത്തിട്ടുണ്ട്. 2 കിലോ അടയാണ് നമ്മൾ വേവിച്ചെടുത്തിരുന്നത്. ആ വെള്ളം പോയി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് അട ഈ പാലിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അടയും പാലുമായിട്ടൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ചേർത്ത് തുടങ്ങും. ചേർക്കുവാണ്. ജസ്റ്റ് അട അതിനകത്ത് അട ആദ്യം ചേർത്തു. അട പാലുമായിട്ട് അങ്ങ് സെറ്റായി വന്നപ്പോൾ നമ്മൾ ചെറുതായിട്ട് പഞ്ചസാര ചേർത്ത് തുടങ്ങുകയാണ്. നമ്മൾ 10 കിലോ ആണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. നമ്മൾ അട എടുത്തിരുന്നത് 2 കിലോ ആയിരുന്നു. ഒന്ന് എടുത്ത് കാണിച്ചാൽ പഞ്ചസാര ചേർക്കാറാന്ന് പറയാം, ജസ്റ്റ് ഒന്ന് കൺസിസ്റ്റൻസി കാണിക്കാൻ വേണ്ടിയിട്ട്. അട പ്രോപ്പറായിട്ട് മയങ്ങി പാലുമായിട്ട് ജസ്റ്റ് ചേർന്ന് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് തുടങ്ങുക. പഞ്ചസാര നമുക്ക് ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നത് പാല് തിളച്ചു വരുന്നതനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർത്തുകൊണ്ടിരിക്കണേ. നമ്മൾ 10 കിലോ അടുത്ത് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. നമ്മൾ 12 കിലോ പഞ്ചസാര എടുത്തിട്ട് അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചേർക്കാൻ വേണ്ടി. തിരുവനന്തപുരത്ത് പായസം വിളമ്പിയിട്ട് മധുരം കുറവാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഞങ്ങളുടെ അടുത്തുള്ള ആളെ ഒരുപക്ഷെ മിക്കവർക്കും അറിയാമായിരിക്കും. ബാസിം പ്ലേറ്റ്സ് എന്നുള്ളൊരു യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയ ആൾ നല്ല ഫേമസ് ആണ്. ഒത്തിരി ഭക്ഷണങ്ങളൊക്കെ അല്ലേ ടേസ്റ്റ് ചെയ്യണ റിവ്യൂ ചെയ്യണ ഒരാളാണ്. വലിയ സന്തോഷം. നമ്മൾ നിങ്ങളൊരു ഫോളോവറാണ്.
എന്തായാലും കറക്റ്റ് സമയത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കണത്. ഒന്നും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറുകി കഴിഞ്ഞാൽ കുടിക്കാലല്ലേ? ഓക്കെ. നമ്മൾ ഈ ഒരു പായസത്തിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 10 കിലോ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ 10 കിലോ പഞ്ചസാര ചേർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 10 ലിറ്റർ വെള്ളം വരും അതിനകത്ത് വരിക. അപ്പോൾ ഈ വെള്ളം മുഴുവൻ വറ്റി തീരുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. മധുരം ശരിക്കും ഈ പായസത്തിൽ പിടിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുപ്പ് കെടുത്താം. നമുക്ക് അതിൻ്റെ ആ ഒരു അടുപ്പ് കെടുത്തുന്ന കൺസിസ്റ്റൻസി കാണിക്കാം. അതായത് അടയും പാലും ഒക്കെ സെറ്റായിട്ട് ഒരേ ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കും. അതായത് അടയും പാലും വിട്ട് നിൽക്കാതെ കിടക്കണം. ഇവിടെ പിന്നെ പെട്ടെന്ന് വിളമ്പുന്നതായതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണ കല്യാണ സദ്യക്കൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ 8:30 9 മണിയാകുമ്പോൾ അടുപ്പ് കിടത്തിയാൽ വിളമ്പുന്നത് 11 മണിക്കോ 12 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ 2-3 മണിക്കൂർ കിടക്കുമ്പം ഒരു പാത്രഭാഗം വരും. അതായത് ഈ വാർപ്പിനകത്ത് ഈ പായസം കിടക്കുമ്പോൾ ഈ പായസം ആ വാർപ്പുമായിട്ട് സെറ്റായിട്ട് വിളമ്പുന്ന പരുവത്തിലേക്കാവും. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പം തന്നെ വിളമ്പുന്നതായതുകൊണ്ട് ആ വെള്ളം മുഴുവൻ വറ്റിയാൽ മാത്രമേ നമുക്ക് അടുപ്പ് കെടുത്താൻ പറ്റുള്ളൂ. ശരിക്കും ഒരു കാറ്ററിംഗ് സൈറ്റിലാണ് ഇപ്പം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ആ വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മാത്രം. അല്ലെങ്കിൽ പിന്നെ പായസം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതില്ലാണ്ട് കിടക്കും. അതായത് ഈ അടയും പാലും ഒക്കെ വേറെ വേറെ കിടക്കുന്ന ആ ഒരു ഫീല് വരും. നമ്മുടെ പാലട ഫിനിഷ് ചെയ്യുകയാണ്. നമ്മൾ ആ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാരക്കകത്തുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് പാല് കുറുകി പാകത്തിനായിട്ടുണ്ട്. നമ്മൾ അടുപ്പ് കെടുത്തി കഴിഞ്ഞാൽ നമ്മൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ പാത്രഭാഗം നേരത്തെ പറഞ്ഞൊരു പാത്രഭാഗം വരണം വിളമ്പണമെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ എടുക്കുന്ന സമയത്ത് ചിലപ്പം അടയും പാലും ഒക്കെ വിട്ട് നിൽക്കും. നമ്മളിപ്പോൾ കെടുത്തുവാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പ് കെടുത്താം. നമ്മുടെ പാലട പ്രഥമൻ റെഡിയായി. നമ്മൾ എടുത്ത് സെർവ് ചെയ്യണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് അടുപ്പ് കെടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു പാലട സെറ്റ് ആവത്തു. യെസ്. വരുവാ 5 മണി പറഞ്ഞോളാം. 5:05 ആകുമ്പോൾ കൊടുക്കാം. അപ്പം നമ്മൾ അടുപ്പ് കെടുത്തുവാണ്. പാലട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുകളിൽ വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കാണികളായിട്ടിരിക്കേണ്ട, മുകളിലേക്ക് വരാം. വന്നിട്ട് ഇത് കാണാം, ജസ്റ്റ് കാണാം. നമ്മൾ അടുപ്പ് കെടുത്തുവാണ്. ഇനിയൊരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വിളമ്പാൻ പറ്റും. സെർവ് ചെയ്യാൻ പാകത്തിന് വിളമ്പാൻ പറ്റും. ആണോ? അടുപ്പ് കെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ്സിൽ സെർവ് ചെയ്യാൻ പറ്റും.
ടേസ്റ്റ് മേക്കറായിട്ട് കുറച്ച് നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർത്തില്ലെങ്കിലും പാലടയ്ക്ക് ടേസ്റ്റ് കുറവോ കൂടുതലോ വരില്ല. പക്ഷെ നെയ്യ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രുചി കൂടും. പാലട പ്രഥമന് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ തീ കെടുത്തിയതിന് ശേഷം മാത്രമേ അത് സെറ്റാവുള്ളൂ എന്നുള്ളതാണ്. ചൂടിൽ സെറ്റാവില്ല, തീ കെടുത്തി കഴിഞ്ഞാലേ സെറ്റാവുള്ളൂ. അപ്പോൾ സെറ്റാകാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ലൈറ്റിൻ്റെ പ്രശ്നം കാരണം ചെറിയ ചെറിയ ഈച്ചകൾ അടിച്ച് ചാടുന്നുണ്ട്, അതാണ് എടുത്ത് മാറ്റുന്നത്. നമ്മളതിൽ നെയ്യ് ഒഴിച്ചിരിക്കുന്ന അതിൻ്റെ മുകളിലെ ഒരു പാട പോലെ നിന്നുകൊണ്ട് പാട ചൂടാതെ നോക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ 5 മിനിറ്റ് 5:10 ആകുമ്പോൾ നമുക്ക് വിതരണം ചെയ്യാം. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും നന്ദി. ഇവിടെ പ്രിയപ്പെട്ട പഴയുടെ മോഹനൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ മകൻ യദുവും ചേർന്ന് നമുക്കായി തയ്യാറാക്കിയ ഈ പായസത്തിൻ്റെ അത് കഴിച്ച് ആദ്യമായി അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഫുഡ് ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട MP ശ്രീ A. റഹീമാണ്. അദ്ദേഹം അത് അതോടൊപ്പം തന്നെ നമുക്കിവിടെ വേദിയിൽ കൾച്ചർ ഡയറക്ടറായിട്ടുള്ള മായ EFS മാഡവും ഉണ്ട്. രണ്ടുപേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ചെയർമാന് കൈമാറും. പ്രത്യേകിച്ച് സംസാരമൊന്നുമില്ല. എല്ലാവർക്കും ഫുഡ് ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെയും കേരളീയത്തിൻ്റെയും നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ എങ്ങനെ വൈവിധ്യപൂർണ്ണമാക്കാമെന്ന ആലോചനയിലാണ് ഇതുപോലുള്ള ഫുഡ് ഷോ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. ഇന്നലെ ഫിറോസ് ചുട്ടിപ്പാറയായിരുന്നു. ഇന്നിതാ കേരളത്തിൻ്റെ സ്വന്തം പഴയുടെ മോഹനൻ നമ്പൂതിരിയും മകൻ യദുവും എത്തിച്ചേർന്നു. അവർ പാലട പായസം ഉണ്ടാക്കി അത് നിങ്ങളുടെ മുൻപിൽ ലൈവായി ഫുഡ് ഷോ ചെയ്തു, നിങ്ങളോട് സംസാരിച്ചു, സൗഹൃദം പങ്കുവച്ചു. സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം ഉത്സവമാണ് കേരളീയം. കേരളത്തിലെ വ്യത്യസ്ത മേഖലകളിലെ പ്രതിഭകളെ ലോകത്തിൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും പരിചയപ്പെടുത്തുകയും അവരെ ബ്രാൻഡ് ചെയ്യുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, സിനിമയിൽ, സ്പോർട്സിൽ, സാഹിത്യത്തിൽ ഒക്കെ പ്രതിഭാധനരെ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതുപോലെ ഭക്ഷണത്തിലും നമ്മൾ രുചിവൈഭവങ്ങളിലും പ്രതിഭാധനന്മാരെ ലോകത്തിൻ്റെ മുമ്പിൽ സമ്മാനിച്ചിട്ടുണ്ട്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രഥമഗണനീയനെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന പ്രതിഭയാണ് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സ്വന്തം പഴയുടെ മോഹനൻ നമ്പൂതിരി. നമ്മുടെ സ്വന്തം അഭിമാനമാണ്. അതോടൊപ്പം തന്നെ ഇതാ പുതിയ തലമുറയിലേക്ക് അദ്ദേഹം ആ രുചി വൈഭവം കൈമാറിയിരിക്കുന്നു. യദു പഴയിടം ചെറുപ്പക്കാർക്കിടയിലെ ആവേശമാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് പേർ രാവിലെ മുതൽ തന്നെ ഇവിടെ കാണാനുണ്ടായിരുന്നു. ഇരുവർക്കും കേരളീയത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സംസ്ഥാന സർക്കാരിൻ്റെയും കേരളീയത്തിൻ്റെയും സ്വീകരണം ഏറ്റുവാങ്ങി ഇവിടെ വന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മായ കൂടി സംസാരിക്കും. സംസാരിച്ചതിന് ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പായസമൊക്കെ കണ്ട് വളരെ ആവേശത്തോടുകൂടി നിൽക്കുകയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നില്ല. കേരളീയം നല്ലൊരു വേദിയാണ് ഇങ്ങനെയുള്ള എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്നത്. വെറുതെ ഒരു ഫുഡ് ഫെസ്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നതാണ്. പക്ഷേ ഇങ്ങനൊരു ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കിയ ഫുഡ് സബ് കമ്മിറ്റി, അതുപോലെ കേരളീയം സബ് കമ്മിറ്റി, ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ റഹീം സാറിനും അതിൻ്റെ സംഘാടകർക്കൊക്കെ ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ പഴയിടം നമ്പൂതിരി സാറിനെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും വന്ന് കാണാനും ആ ഒരു കൈപുണ്യം അനുഭവിക്കാനും ഒക്കെ കഴിഞ്ഞതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഭവമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.
ഇവിടെ വളരെ വ്യത്യസ്തമായ ഈ ലൈവ് ഷോ അവതരിപ്പിച്ച പഴയിടം മോഹനൻ നമ്പൂതിരിക്ക് ഫുഡ് ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ചെയർമാനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കാൻ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ യദുവിനുള്ള സ്നേഹോപഹാരവും ഇവിടെ നൽകുന്നതാണ്. പായസം കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഇവിടെ നിന്ന് തരുന്ന കപ്പ് നിങ്ങൾ കൃത്യമായും ആ ബിന്നിലേക്ക് നിക്ഷേപിക്കണം. മറ്റൊരു സ്ഥലത്തും അത് നിക്ഷേപിക്കാൻ പാടില്ല. വോളണ്ടിയേഴ്സ് അത് പ്രത്യേകം ഒന്ന് എൻഷുർ ചെയ്യണം. ഗംഭീരം. പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പഴയിടത്തിൻ്റെ കൈ നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇതാ പഴയിടത്തിൻ്റെ വൈഭവം ഈ രുചിയിലുണ്ട്. അസലായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും രുചിക്കാം. പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ രുചിയുത്സവത്തിലേക്ക് എത്തിച്ചേർത്തതിന്, കേരളീയത്തിൻ്റെ ഭാഗമായതിന്. കേരളീയത്തിൻ്റെ തന്നെ ജനറൽ കൺവീനർ, അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത് ശ്രീ ഹരികിഷോർ IAS ആണ്. അദ്ദേഹം വൈഫുമായിട്ടെത്തി ഇതാ പായസം കുടിക്കുകയാണ്.